ഒരുപാട് കൂട്ടുകാർ കാത്തിരിക്കുന്ന ഒരു സീരീസ് ആണ് വെനസ്ഡേ. അപ്പൊ എങ്ങനെയാ സീസൺ 2 തുടങ്ങല്ലേ? ഏത് നിമിഷവും ഈ ഒരു വീഡിയോ ഇല്ലാതാവാം. അറിയാലോ, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സീസൺ 1ന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം. എപ്പിസോഡ് 1ന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വെനസ്ഡേയുടെ വായും കൈയൊക്കെ കെട്ടിക്കൂട്ടി ഒരു കസേരയിൽ വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗുഡിയുടെ ബുക്ക് ഉപയോഗിച്ച് അവൾ സൈക്കിക് എബിലിറ്റീസിലേക്ക് നല്ല പ്രാവീണ്യം നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ കുപ്രസിദ്ധനായ ഒരു സീരിയൽ കില്ലറിന്റെ സ്ഥലം അവൾ മനസ്സിലാക്കി. എന്നിട്ടിപ്പോ ആ ഒരു സീരിയൽ കില്ലറിന്റെ നാട്ടിലേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോവാനായിട്ടാണ് നമ്മുടെ വെനസ്ഡേയുടെ പ്ലാന്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെക്കിങ്ങിനിടയിൽ അവളെ പിടിച്ചു വെച്ചു. കാരണം മറ്റൊന്നുമല്ല, ഇവളുടെ ബാഗിലും ഇവളുടെ ദേഹത്തും ഇല്ലാത്ത വെപ്പൺസ് ഉണ്ടായിരുന്നില്ല. ഓരോ സാധനങ്ങൾ എടുത്തു വെക്കും തോറും ഈ ചെക്കിങ്ങിനുണ്ടായിരുന്ന ആളുകൾ അത്ഭുതത്തോടു കൂടിയാണ് വെനസ്ഡേയെ നോക്കുന്നത്. ബാഗിൽ നിന്ന് കൈപ്പത്തിയും കൂടി കണ്ടപ്പോ ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാർക്ക് പിന്നെയും സംശയം. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് സാറേ എന്നാണ് വെനസ്ഡേ പറയുന്നത്. ചെക്കിംഗ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം തന്റെ 6 വയസ്സ് മുതൽ എന്തുകൊണ്ടാണ് എനിക്കൊരു സീരിയൽ കില്ലറെ പിടിക്കാൻ പറ്റുമെന്നുള്ള സംശയം അവൾക്കുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു സൈക്കോയുടെ അടുത്ത് അവൾ എത്തി. അയാളും ഇവളും തമ്മിൽ ചെറിയൊരു പിടിവലി നടന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ ശരീരം തൊട്ടപ്പോ അവൾ ആ ഒരു വിഷൻ മൊത്തം കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ വെനസ്ഡേ ഇപ്പൊ പിടിച്ചു കെട്ടി അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ ഒരു സൈക്കോ ആകട്ടെ പലതരത്തിലുള്ള വെപ്പൺസുമായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഈ സൈക്കോ പലതും പറയുന്നുണ്ട്, ഇവളെ പേടിപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വെനസ്ഡേക്ക് യാതൊരു കൂസലുമില്ല. പെട്ടെന്നാണ് ഒരു പാവയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ തെങ്ങ് പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു സീരിയൽ കില്ലറെ അറഞ്ചും മുറഞ്ഞും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീരിയൽ കില്ലറെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയും എടുത്ത് നമ്മുടെ വെനസ്ഡേ ആ ഒരു സീരിയൽ കില്ലറിന്റെ കഥ കഴിച്ചോ ഇല്ലയോ എന്നൊന്നും കാണിക്കുന്നില്ല, ഇവിടെയാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ സംഭവബഹുലമായ വേനൽക്കാലത്തിന് ശേഷം നമ്മുടെ കൗമാരക്കാരിയായിട്ടുള്ള വെനസ്ഡേ വീണ്ടും നെവർമോറിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതിനു മുമ്പ് അവളുടെ ജീവിതമൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. വെനസ്ഡേ നെവർമോർ അക്കാദമിയിലേക്ക് കൊണ്ടുചെന്നാക്കാനായിട്ട് അവളുടെ ഫാമിലി മൊത്തം വരുന്നുണ്ട്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവളുടെ അനിയനായിട്ടുള്ള പക്സ്ലിയും ഈ ഒരു നെവർമോറിൽ പുതിയ വിദ്യാർത്ഥിയായി ചേരാൻ പോകുന്നു. വെനസ്ഡേയുടെ അങ്കിളായിട്ടുള്ള ഫെസ്റ്ററിനെ പോലെ നമ്മുടെ പക്സ്ലിക്കും വൈദ്യുതി നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. പോകുന്ന വഴിയിൽ കണ്ണി കണ്ട പോസ്റ്റിനും മറ്റുമൊക്കെ അവൻ അത് പരീക്ഷിക്കുന്നുമുണ്ട്. ഇവന്റെ ഈ ഒരു അറാമ്പറപ്പ് കാരണം അതുവഴി വന്ന മറ്റു കാറുകളൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ട്. യാതൊരു കൂസലുമില്ലാതെ ഈ ഒരു ഫാമിലി വീണ്ടും നെവർമോർ അക്കാദമിയിലേക്കുള്ള യാത്ര തുടരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരാളുടെ അടുത്തേക്ക് ഒരു കാറ് വരുന്നുണ്ട്. അതിൽ നിന്നും ഒരു പെൺകുട്ടി ഇയാളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരാൾ. ചറ പറന്നാണ് ഇവർ ചുംബിക്കുന്ന ഫോട്ടോസൊക്കെ ഇയാൾ എടുക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഒരുപാട് കാക്കകൾ ഇയാളുടെ പിന്നിലായിട്ട് വരുന്നത്. പേടിച്ചിരണ്ട, ഇയാളാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വാനിന്റെ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ ഈ ചെങ്ങായി ആരെയും വിളിച്ച് ഒരു വോയിസ് മെയിൽ ഇടുന്നുണ്ട്. അവർ എന്നെ പിടിക്കും, ഞാൻ എത്തിയില്ലെങ്കിലും ഈ ഒരു തെളിവുകൾ ഭദ്രമായിരിക്കും എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോ ആ വാൻ നിറയെ കാക്കകളായിരുന്നു. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഈ കാക്കകള് അയാളുടെ നേരെ ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ്. മറുവശത്ത് വെനസ്ഡേയും കുടുംബവും നെവർമോർ അക്കാദമിയുടെ കവാടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ജോസഫ് ക്രാക്സ്റ്റോണിൽ നിന്നും ഈ ഒരു സ്കൂളിനെ തന്നെ രക്ഷിക്കാൻ നമ്മുടെ വെനസ്ഡേ സഹായിച്ചതുകൊണ്ട് ക്യാമ്പസിൽ മൊത്തം ചർച്ചാ വിഷയമാണ് നമ്മുടെ വെനസ്ഡേ. ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോ തന്നെ ഒരു കൂട്ടം പെൺകുട്ടികൾ വന്നിട്ട് നമ്മുടെ വെനസ്ഡേയോട് ഓട്ടോഗ്രാഫ് ചോദിക്കുകയാണ്. അവക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇഷ്ടമല്ല. പെട്ടെന്ന് തന്നെ ബിയാങ്ക അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു പെൺകുട്ടികളുടെ ഒക്കെ മനം മാറ്റുന്നു. അതോടുകൂടി എല്ലാം അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് വെനസ്ഡേയുടെ അടുത്തേക്ക് പുതിയ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ബാരി ഡോട്ട് വരുന്നത്. എടുത്തു കളഞ്ഞ ഒരു ഔട്ട്കാസ്റ്റ് ട്രഡീഷൻ ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ഫയർ സെറിമണി വീണ്ടും നടത്താനായിട്ട് പോവുകയാണ്. അത് അടുത്ത ദിവസമാണ്. വെനസ്ഡേ തീർച്ചയായും പങ്കെടുക്കണമെന്ന് ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുകയാണ്. പക്ഷേ അവൾ ആ ഒരു ഓഫറൊക്കെ നിരസിച്ച് അവളുടെ റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോയി നോക്കിയപ്പോ അവിടെ മൊത്തം പുതിയ പിള്ളേരൊക്കെ വന്നിട്ട് ആകെ അലമ്പ്. ഇവക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റൂലല്ലോ, ആരും പാടില്ലല്ലോ. അങ്ങനെ എനിഡ് അവിടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ ഓടിച്ചു വിട്ടു. എനിഡ് അപ്പൊ നമ്മുടെ വെനസ്ഡേക്ക് ഒരു ടീഷർട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിനക്കും ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വെനസ്ഡേ കൊടുക്കുന്നത് ഒരു പാവയാണ്. അത് ആ ഒരു സൈക്കോ കില്ലറിന്റെ കയ്യിൽ നിന്ന് എടുത്താന്ന് തോന്നുന്നുണ്ട്. അതിലുള്ള ഹെയർ വരെ മനുഷ്യന്റെ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പൊ അവളൊരു നോട്ടം നോക്കുന്നുണ്ട്. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അജാക്സ് വരുന്നത്. എനിടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെനസ്ഡേ അവന്റെ അടുത്ത് കള്ളം പറയുകയാണ്, എന്നിട്ട് ഇവിടെ ഇല്ല, അവൾ പുറത്തു പോയേക്കാണെന്ന്. അജാക്സ് അപ്പോ ഒരു പാവയെ അവൾ വരുമ്പോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വെനസ്ഡേ ഏൽപ്പിച്ചു. അജാക്സുമായുള്ള ബന്ധം വേർപ്പെടുത്താനായിട്ട് ഭയമുള്ളതിനാൽ താൻ അജാക്സിനെ ഒഴിവാക്കുകയാണെന്നാണ് എനിഡ് ഇപ്പോ വെനസ്ഡേയോട് പറയുന്നത്. അജാക്സ് ഒക്കെ പോയതിനു ശേഷം നമ്മുടെ വെനസ്ഡേ അവിടെ ഉണ്ടായിരുന്ന ക്ലോസറ്റ് ഡോർ തുറക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ പറന്നു പോയിട്ട് ചുമരിൽ തറയ്ക്കുന്നത്. ആ ഒരു
ആരോടെ ഒപ്പം തന്നെ വെനസ്ഡേയും പ്രിൻസിപ്പളും നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. തന്റെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് ആ ഒരു വിഷൻ എടുക്കാനായിട്ട് അവൾ നോക്കി, പക്ഷെ ഒന്നും തന്നെ അവൾക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു ഫോട്ടോയിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, വെൽക്കം ബാക്ക് വെനസ്ഡേ, ഐ ആം സ്റ്റിൽ വാച്ചിങ്. ഈ ഒരു സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ചതിന് ശേഷം അവളുടെ കണ്ണിൽ നിന്നും കറുത്ത തരത്തിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന്. അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണു തുടയ്ക്കുന്നു. വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലിക്ക് നമ്മുടെ യൂജിനെയാണ് റൂംമേറ്റ് ആയിട്ട് കിട്ടുന്നത്. അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ ഇപ്പൊ യൂജിനുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് പോകുന്നു. യൂജിൻ വളർത്തുന്ന കുറച്ച് പുഴുക്കളെ നമ്മുടെ പക്സ്ലിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കണ്ട പക്സ്ലി പറയുന്നുണ്ട്, ഇതിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇത് കഴിക്കാനുള്ള സ്നാക്ക് അല്ല, ഇത് പെറ്റാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ യൂജിൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പിള്ളേരുടെ കൂടെ പോകാനുണ്ട്. വെനസ്ഡേയുടെ അനിയനായതുകൊണ്ട് മാത്രമാണ് നീ റൂമിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതെന്നും യൂജിൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വെനസ്ഡേയും കുടുംബവും സ്കൂളിന് പുറത്ത് പ്രിൻസിപ്പൽ ഡോട്ടുമായിട്ട് സംസാരിക്കുന്നതാണ്. നെവർമോറിലെ ഗാല ഫണ്ട് റൈസിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആകാൻ തനിക്ക് വാഗ്ദാനം ചെയ്തു പ്രിൻസിപ്പൽ ഡോട്ടുമായി താൻ സംസാരിച്ചു എന്നൊക്കെ മോർട്ടീഷ്യ വെനസ്ഡേയോട് പറയുന്നു. കഴിഞ്ഞ സെമസ്റ്ററിൽ സേവിയറിനെതിരെ കൊലപാതക കുറ്റം ചുമത്തുന്നതുവരെ വിൻസെന്റ് തോർപ്പ് ആ ഒരു സ്ഥാനം വഹിച്ചിരുന്നു. ആ സംഭവത്തിന് ശേഷം മിസ്റ്റർ തോർപ്പ് സേവിയറിനെ സ്കൂളിൽ നിന്നും എൻഡോമെന്റിൽ നിന്നും പുറത്താക്കി. പിന്നീട് സ്വിറ്റ്സർലൻഡിലെ റീച്ച് ആൻഡ് ബാക്ക് അക്കാദമി എന്ന മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. ഇന്ന് രാത്രി ഗാർഡനറുടെ കോട്ടേജിലാണ് വെനസ്ഡേയുടെ കുടുംബം താമസിക്കുന്നത്. വെനസ്ഡേ ഇപ്പോൾ കാട്ടിലൂടെ നടക്കുമ്പോൾ കാക്കകൾ നേരത്തെ ആക്രമിച്ച ആ ഒരു മനുഷ്യനുണ്ടല്ലോ, പുള്ളിക്കാരന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഇവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ആ ഒരു ക്രൈം സീൻ മൊത്തം അവൾ പരിശോധിക്കുന്നു. പെട്ടെന്നാണ് മുഖംമൂടി ധരിച്ച ഒരു വ്യക്തി ആ ഒരു പ്രദേശത്ത് നിന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ വെനസ്ഡേ കാണുന്നത്. വെനസ്ഡേ അയാളുടെ പിന്നാലെ തന്നെ പോയിട്ട് അയാളുടെ മുഖത്തിനിട്ട് ഒരേറ്റ ചവിട്ട് കൊടുത്തു. അതോടുകൂടി പുള്ളിക്കാരൻ നിലത്ത് വീണു. അത് മറ്റാരുമല്ല, നമ്മുടെ മുൻ ഷെരീഫായിരുന്ന ഗാൽപിൻ ആയിരുന്നു. ഈ കാക്കകൾ കാരണം മരിച്ച കാൾ ബ്രാഡ്ബറി എന്ന് പറയുന്ന ആള് പുള്ളിക്കാരന്റെ സുഹൃത്താണെന്ന് വെനസ്ഡേയോട് ഗാൽപിൻ പറയുന്നു. ഗാൽപിനും ഈ മരിച്ചുപോയ ആളും എന്തോ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു കേസിൽ നീ ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ വെനസ്ഡേ അദ്ദേഹത്തിന്റെ ഓഫർ നിരസിച്ച് നടന്നു പോകുന്നു. അന്നത്തെ ദിവസം രാത്രി ജൂനിയർ പിള്ളേർക്ക് നമ്മുടെ അജാക്സ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സ്കൾട്രിയുടെ താഴെയുള്ള ആ ഒരു ലെജൻഡിനെ പറ്റി. ഔട്ട്കാസ്റ്റ് ആയിരുന്ന ഒരു പയ്യൻ, അവന് വളരെ ദുർബലമായ ഒരു ഹൃദയമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സർജിക്കലി ഒരു ക്ലോക്ക് വർക്ക് ഹേർട്ട് അവന് ഇംപ്ലാന്റ് ചെയ്തു. തന്റെ കണ്ടുപിടുത്തങ്ങളിൽ മാത്രം മുഴുകിയപ്പോൾ അയാൾക്ക് ക്രമേണ അയാളെ തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് നെവർമോർ അക്കാദമിക്ക് പുറത്തുള്ള ആ ഒരു സ്കൾട്രിക്ക് താഴെയായി അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ചെയ്തു. ഈ ഒരു കഥയിൽ ആകൃഷ്ടനായ നമ്മുടെ പക്സ്ലി ആണെന്നുണ്ടെങ്കിൽ നിഗൂഢമായിട്ടുള്ള ആ ഒരു ശവകുടീരം സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. യൂജിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവന് മറ്റു പരിപാടി ഉണ്ടെന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ബാരിഡോട്ടിനെയാണ്. ബിയാങ്കയെ പുള്ളിക്കാരൻ ഇപ്പൊ കാണാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. നാളെ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു പഴയ ഔട്ട്കാസ്റ്റ് ട്രഡീഷൻ ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് പയർ ചടങ്ങിൽ നീ എന്തായാലും മുൻകൈ എടുക്കണം. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല എന്ന് ബിയാങ്ക പറഞ്ഞതോട് കൂടിയിട്ട് ഇവിടെ എന്തായാലും സ്കൂളിൽ അധികം ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കുറച്ച് സ്കോളർഷിപ്പിന്റെ പേരിലൊക്കെ വന്ന കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തില് നീയും സ്കോളർഷിപ്പിലാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തിങ്ങിനെയാണ്. ടുപ്പാവിലിരിക്കുന്ന തിങ്ങിന്റെ അടുത്തേക്ക് എനിഡ് വരുന്നു. നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അവനായിട്ട് നിർമ്മിച്ച ഒരു വീട് കാണിച്ചു കൊടുക്കുന്നു. റൂമിൽ ഇപ്പൊ വീടിന്റെ പാലുകാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന വെനസ്ഡേ നോക്കുമ്പോൾ അവിടെ മൊത്തം ആളുകളാണ്. അവൾ ആ ഒരു വന്ന അതേ സ്പീഡിൽ തന്നെ ഡോറും അടച്ചുകൊണ്ട് തിരികെയും പോകുന്നുണ്ട്. അറിയാലോ വെനസ്ഡേയുടെ സ്വഭാവം എന്താണെന്ന്. വെനസ്ഡേ നേരെ പോയിട്ട് അവള് ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണ്. അത് വയലിനാണോ വീണയാണോ എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അതെന്താന്ന് പറയാത്തത്. അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ പക്സ്ലി ആണെന്നുണ്ടെങ്കിൽ ഒരു 8 കാലിനെ ഷോക്ക് അടിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ തിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മോതിരം കയ്യിലിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാരിഡോട്ടിനെയാണ്. പുള്ളിക്കാരൻ ഒരു പെയിന്റിംഗ് എടുക്കുന്നു. ആ ഒരു പെയിന്റിംഗ് മറ്റാരുടെയും അല്ല, നമ്മുടെ മുൻ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ലരീസയുടേതാണ്. ഈ സമയം മറുവശത്ത് നമ്മുടെ വെനസ്ഡേ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സ്റ്റാക്കർ അവളുടെ ഫോട്ടോയിലുള്ള കണ്ണുകളൊക്കെ ചുഴിഞ്ഞെടുക്കുന്നു. വെനസ്ഡേ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോഴാണ് പുതിയ സംഗീത മേധാവിയായിട്ടുള്ള മിസ് കാപ്രിയെ വെനസ്ഡേ കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അത്ര സ്വരച്ചേർച്ചയിലൊന്നുമല്ല. ഫൗണ്ടേഴ്സ് പയർ ചടങ്ങിൽ പങ്കെടുക്കാൻ വെനസ്ഡേക്ക് ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ പിള്ളേരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഈ ഒരു ചടങ്ങ് ഭംഗിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. റൂമിലേക്ക് ചെന്ന നമ്മുടെ വെനസ്ഡേ കാത്തിരുന്നത് ഒരു ലെറ്റർ ആയിരുന്നു. എനിഡ് അത് വായിച്ചു. നിനക്ക് ഞാൻ തന്ന ഫോണിൽ ഒരുപാട് വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. ഇത് കണ്ട എനിഡ് അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്,
അവനപ്പോ നിനക്ക് ഫോണൊക്കെ തന്നോ? ആ തന്നു, പക്ഷെ ഞാനത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടു. ബെസ്റ്റ്. സേവിയർ മറ്റൊരു കാര്യം കൂടി അവൾക്ക് അയച്ചിരുന്നു. മറ്റൊന്നുമല്ല, ഒരു ചെറിയ പെയിന്റിങ്. അതിനകത്ത് ഒരു ശവകുടീരത്തില് കാക്ക ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും നിന്റെ അന്വേഷണത്തിൽ നിന്നെ സഹായിക്കും. എന്റെ മനസ്സിൽ വന്ന ഒരു വിഷനാണ് ഇതെന്നും സേവിയർ ആ ഒരു കത്തിൽ പറയുന്നു. പെട്ടെന്നാണ് വെനസ്ഡേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവൾ എഴുതിയ നോവല്, അവളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ സംഭവിച്ച് എഴുതിയ കാര്യങ്ങളൊക്കെ ആ സ്റ്റാക്കർ വന്ന് എടുത്തോണ്ട് പോയിരിക്കുകയാണ്. അതിന് മറ്റു കോപ്പികളുമില്ല. ഒരു കുറിപ്പും പിന്നെ വെനസ്ഡേയുടെ കണ്ണുപോയ ഒരു ഫോട്ടോയും അവിടെ വെച്ചാണ് സ്റ്റാക്കർ പോയിട്ടുള്ളത്. ആ ഒരു കുറിപ്പിൽ പറയുന്നത് മറ്റൊന്നുമല്ല, ഇതാണ്, വായിച്ചു നോക്ക്. വെനസ്ഡേയുടെ നോവല് ഈ ഒരു ഫൗണ്ടേഴ്സ് ഫയർ ചടങ്ങിൽ വെച്ച് കത്തിച്ചു കളയും എന്നാണ് സ്റ്റോക്കർ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇതിനിടയിൽ നമ്മുടെ പക്സ്ലി ആണെന്നുണ്ടെങ്കിൽ യൂജീനെ ആ ഒരു ശവകുടീരം കാണാൻ പോകാനായിട്ട്, അതായത് ആ ഒരു സ്കൾപ്റ്ററുടെ അടുത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ വരുന്നില്ല. എന്നിട്ടും വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ ആരാണ് സ്റ്റാക്കർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോഴാണ് കുറച്ച് പിള്ളേര് അവളെ തട്ടിപ്പോകുന്നത് അവൾക്ക് ശ്രദ്ധയിൽ വരുന്നത്. പെട്ടെന്ന് അവള് പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ചോര. പിന്നീട് അവള് പോക്കറ്റിൽ നോക്കിയപ്പോൾ അതിനുള്ളൊരു ലെറ്റർ ഉണ്ടായിരുന്നു. അതിനു ചുറ്റും ഒരുപാട് ബ്ലേഡും. ചുരുക്കി പറഞ്ഞ നമ്മുടെ ചോട്ടാ മുംബൈയിൽ പാപ്പാഞ്ഞിനെ കത്തിക്കൂലേ, അതേപോലെ ആ മരങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള ആ ഒരു പക്ഷീനെ പോലെ സാധനം ഉണ്ടല്ലോ, അത് കത്തിക്കും വരും ലാസ്റ്റ്. അപ്പൊ അതിനടിയിലാണ് ഈ ഒരു നോവല് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതെടുക്കാനായിട്ട് നമ്മുടെ വെനസ്ഡേ അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. എനിഡിനെ തെരഞ്ഞിട്ട് അപ്പോഴേക്കും അജാക്സും എനിഡിന്റെ പുതിയ കാമുകനായിട്ടുള്ള ബ്രൂണോയും ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ ഈ ഒരു സെറിമണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി, പാട്ട് കച്ചേരി ഒക്കെ തുടങ്ങി. നമ്മുടെ പ്രിൻസിപ്പൽ ആണെന്നുണ്ടെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച് പരിപാടി കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിറക് കൂമ്പാരത്തിന്റെ ഇടയിലൂടെ പോയിട്ട് ഇപ്പൊ അവളുടെ നോവല് കാണുന്നുണ്ട്. അത് കുറച്ച് മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ പ്രിൻസിപ്പൽ ബാരി ഡോട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിറക് കൂമ്പാരത്തിന് അങ്ങോട്ട് തീയിട്ടു. അതോട് കൂടിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തീ കത്താനായിട്ട് തുടങ്ങി. വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പുകയുടെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു നോവല് എടുക്കുന്നുണ്ട്. എന്തോ വെനസ്ഡേയുടെ ഭാഗ്യത്തിന് അവൾക്ക് പുറത്ത് കടക്കാനായിട്ട് കഴിയുന്നു. എല്ലാവരും വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മുടെ വെനസ്ഡേ തുറച്ചു നോക്കുന്നത്. പ്രിൻസിപ്പളായ ബാരി ഡോട്ട് കുറച്ച് പ്രചോദനാത്മകമായ വാക്കുകൾ നൽകാൻ വേദിയിലേക്ക് നമ്മുടെ വെനസ്ഡേയെ വിളിക്കുന്നു. വെനസ്ഡേക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യമുണ്ട് മനസ്സിൽ. അപ്പോഴേക്കും പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ ഇവരാണ് നമ്മുടെ സ്കൂളിനെ കഴിഞ്ഞ സെമസ്റ്ററിൽ രക്ഷിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ തന്നെ, അതിൽ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു വാളും പരിചയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ വേദിയിലേക്ക് കയറിയിട്ട് ആദ്യം കുറച്ച് പ്രചോദനാത്മകമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് വെനസ്ഡേ അവളുടെ തനി സ്വരൂപം പുറത്തെടുത്തു. അവൾ ആ ഒരു പെയിന്റിങ്ങിന് അപ്പൊ തന്നെ തീയിട്ടു. എന്നിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. പരിപാടി മൊത്തത്തിൽ കൊളായി. ഇതേ സമയം നമ്മുടെ പക്സ്ലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൾട്ടറിയുടെ അടുത്തെത്തിയിരുന്നു. ആ ഒരു ട്രീയുടെ നടുവിലായിട്ട് ഒരു തുള ഉണ്ടായിരുന്നു. അവിടേക്ക് അവൻ ഇങ്ങനെ കാത് ഇങ്ങനെ വെച്ചപ്പോ പെട്ടെന്ന് ഒരു കാക്ക് വന്നു. അതിനിടയിൽ പക്സ്ലി അവിടെ വീണും പോയി. പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു ഇലക്ട്രിക് എബിലിറ്റി ആ ഒരു മണ്ണിൽ മൊത്തമായി. പെട്ടെന്നാണ് ആ ഒരു ഔട്ട്കാസ്റ്റിന്റെ മൃതദേഹം പൂർണ്ണ സൂംബി രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. സാധാരണ ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പേടിച്ച് വിറച്ച് ആകെ മൂത്രം പോണ അവസ്ഥയായിരിക്കും. പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ അതിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു കൂട്ടുകാരനെ കിട്ടി എന്ന രീതിയിൽ. വേദിയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ എനിഡും വെനസ്ഡേ നടന്നു പോകുമ്പോൾ വെനസ്ഡേയുടെ തോളിൽ പിടിക്കാനായിട്ട് എനിഡ് നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് വെനസ്ഡേ നിലത്ത് വീഴുകയും അവൾക്ക് അപസ്മാരം അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. വെനസ്ഡേ പെട്ടെന്നൊരു വിഷം കാണുകയാണ്. അവളിപ്പോ ഒരു ശവകുടീരത്തിലാണ് എത്തിയിരിക്കുന്നത്. എനിഡിന്റെ ഒരു കുഴിമാടം അവൾ അവിടെ കാണുന്നു. ഒരു കാക്ക അതിന് മുകളിൽ ഇരിക്കുന്നുണ്ട്. എനിഡ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവളുടെ കഴുത്തിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചത് നീ കാരണമാണ്. വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതായത് ചെറുപ്പകാലത്ത് തന്നെ ഈ ഒരു സീരിയൽ കില്ലറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് വെനസ്ഡേ ശ്രമിക്കുമായിരുന്നു. അന്നൊന്നും നമ്മുടെ വെനസ്ഡേക്ക് ഈ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് തിങ് ആ ഒരു സീരിയൽ കില്ലർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും തെളിവുകളൊക്കെ ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു എബിലിറ്റിയുടെ കാര്യം തന്നെ അവൾ അറിയുന്നത്. പിന്നീട് ഗുഡിയുടെ ബുക്ക് ഉപയോഗിച്ചിട്ട് അവൾ അതിൽ പ്രാവീണ്യം നേടുകയാണ് ചെയ്തത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുണ്ട്. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. എന്തായാലും ഇത് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ കിടക്കുള്ളൂ യൂട്യൂബിൽ. അതിനുള്ളിൽ തന്നെ നെറ്റ്ഫ്ലിക്സ് എന്തായാലും പണി തരും. അപ്പൊ പിന്നെ ചെയ്തിട്ടും കാര്യമില്ല. ഇത് പിന്നെ അത്രയും നല്ലൊരു ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. യാതൊരുവിധ ഉറപ്പുമില്ല ഇത് എത്ര ദിവസം നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടോളുക. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദയവായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും
അത് ശരിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റുള്ളവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പലരും ഇതിനിടയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് തന്നെ സെക്കൻഡ് എപ്പിസോഡ് ഇടാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, സെക്കൻഡ് എപ്പിസോഡിൽ എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല. ഫസ്റ്റ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് എപ്പിസോഡ് അതിലും കിടിലനാണ്. ഞാൻ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. ഇനി എനിക്ക് 2 എപ്പിസോഡ് കൂടി കാണാനുള്ളൂ. എന്തായാലും സെക്കൻഡ് എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം, ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടാറ്റാ.